പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ ഏകദേശം രാവിലെ 4:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഏകദേശം ഒരു ലാസ്റ്റ് ഭാഗത്താണ്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് വരെയാണ്. ആഴ്ചയിൽ വ്യാഴാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ട്രെയിൻ ഇവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ബേക്കിൽ വേറെ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കണ്ടോ, തിരുവനന്തപുരം മധുരൈ ജംഗ്ഷൻ വൈ പാലക്കാട് വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കിത് ഇവിടെ ഒരു ലോക്കോമോട്ടീവ് വരുന്നുണ്ട്. 30562 WAP7 രായപുരം ഷെഡിനുള്ള ലോക്കോമോട്ടീവാണ്. കണ്ടോ, നമ്മുടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 വന്ദേ ഭാരതുകളാണ് കേട്ടോ കാസർഗോഡേക്ക് ഇന്ത്യൻ റെയിൽവേ അനുവദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഭാവിയിൽ അത് കൂടാം. ആദ്യത്തെ വന്ദേ ഭാരത് എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 20634 കാസർഗോഡ് വന്ദേ ഭാരതാണ്. അത് പുറപ്പെടുന്നത് രാവിലെ 5:15 പുറപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് 1:20 കാസർഗോഡ് എത്തുന്നത്. ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് കേട്ടോ പോകുന്നത്. രാവിലെ 5:15 പുറപ്പെടുന്ന ട്രെയിൻ പോകുന്നത് കോട്ടയം വഴി. തിരുവനന്തപുരത്ത് നിന്ന് 2-ാമത്തെ വന്ദേ ഭാരത് നമുക്ക് കാസർഗോഡേക്കുള്ളത് ട്രെയിൻ നമ്പർ 20632 മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരതാണ്. അപ്പോൾ ഈ ഒരു വന്ദേ ഭാരത് കാസർഗോഡ് വരെ ആയിരുന്നു ആദ്യം. പിന്നെ ഇപ്പോൾ ഈ ഒരു മാർച്ചിൽ മംഗലാപുരം സെൻട്രൽ വരെ നീട്ടിയിരിക്കുകയാണ്. മാർച്ചിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആണ് ഇത് നീട്ടിയത്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോയിൽ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ തന്നെ ഒരുപക്ഷെ 2-ാമത്തെ ട്രെയിനും 1-2 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ മംഗലാപുരം സെൻട്രൽ വരെ നീട്ടുമായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ട്രെയിൻ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ട്രെയിൻ നമ്പർ 20632 ട്രെയിന് വൈകുന്നേരം 4:05 പുറപ്പെട്ട് രാത്രി 11:45 കാസർഗോഡ് എത്തുന്ന വന്ദേ ഭാരതാണ് നമ്മുടെ 2-ാമത്തെ വന്ദേ ഭാരത്. അപ്പോൾ 2-ാമത്തെ വന്ദേ ഭാരത് പോകുന്നത് ആലപ്പുഴ വഴിയാണ് കേട്ടോ. ആലപ്പുഴ വഴിയാണ് 2-ാമത്തെ വന്ദേ ഭാരത് പോകുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയൊരു കാര്യം ഉണ്ടാവില്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ, ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. ഇതാ ഈ ഫ്രണ്ടിൽ തന്നെ വരുന്ന ഈ ഒരു കോച്ച് എന്ന് പറയുന്നത് C1 ചേർക്കാർ 1 ആണ്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ ഒരു പടം, ചീറ്റപ്പുലിയാന്ന് തോന്നുന്നു. അതിനർത്ഥം കുതിച്ചു പായും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെള്ള കളറും നീല കളറും കൂടി വരുന്ന വന്ദേ ഭാരതാണ്. വേറൊരു വന്ദേ ഭാരതും കൂടി ഉണ്ട്, ഓറഞ്ചും വെള്ളയും വരുന്നത്. അത് വേറെ സമയത്താണ് അത് ഓടുന്നത്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ. എന്താണെന്ന് അറിയില്ല. ഇവിടെയാണ് നമ്മുടെ ലോക്കോ പൈലറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കെന്നാലും നമ്മളെ വന്ദേ ഭാരതിലേക്ക് ഐശ്വര്യമായിട്ട് കയറാം. അപ്പോഴത്തെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പണായി വരും. അടിപൊളി. തിരുവനന്തപുരം കാസർഗോഡ് നിങ്ങളിവിടെ കണ്ടോ, അവര് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ വെള്ളക്കുപ്പികൾ കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് തരാനുള്ളതാണ്. പിന്നെ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇതിൻ്റെ EC ഇത് തുറക്കാത്ത എക്സിക്യൂട്ടീവ് ചെയർ കാറിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സീറ്റിംഗ് ലേഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്കിരിക്കാം.
എന്നിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഫുഡ് റെസ്റ്റ് വരുന്നുണ്ട്. നൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വിൻഡോ വരുന്നുണ്ട്, കണ്ടോ അപ്പുറത്തൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എക്സിക്യൂട്ടീവ് ചെറുക്കാർ മൊത്തത്തിൽ റെഡ് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത് 2x2 ആണ്. നമ്മുടെ കോച്ച് വരുന്നത് ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ്. ഇത് C11 കഴിഞ്ഞിട്ടുണ്ട്, C12 ആണ്. ഉള്ളിലൂടെ പോകുമ്പം അവർ ഫുഡ് കയറ്റുന്നതിൻ്റെ പിന്നെ ആൾക്കാർ കയറുന്നതിൻ്റെ തിരക്കാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ, അവർക്കും ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനും മുതിർന്നില്ല. നമ്മുടെ C12 കോച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ കോച്ച് 20634 C12. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഇവിടെയും ഫുഡൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സീറ്റ് വരുന്നത് ഇവിടെയാണ്. 35 വിൻഡോ സൈഡ് സീറ്റാണ് വരുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റ് വിൻഡോ സൈഡൊന്നും കിട്ടിയില്ല, കാരണം ഇവിടെ ഇങ്ങനെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ വെച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്കിരിക്കാം. പിന്നെ അതെ ഇവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് മടക്കി വെക്കാൻ പറ്റിയ ടേബിളുണ്ട്. ഓക്കെ, കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സംഭവം. നമ്മുടെ വണ്ടി അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം 5:15 പുറപ്പെട്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിലൊക്കെ കുറേ പാസഞ്ചേഴ്സ് നിൽപ്പുണ്ട്. കറക്റ്റ് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ ടൈം കറക്റ്റ് നോക്കി. കറക്റ്റ് 5:15 ആകുമ്പോഴത്തേക്കും വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. എന്തൊരു കൃത്യം എന്ന് വെച്ചിട്ടറിയോ എന്താ പറയുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച ഒരു റെസ്റ്റോറൻ്റാണ് IRCTC. അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നമുക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. മുന്നിൽ 3 സീറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ 3 സീറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഫേസ് ടു ഫേസ് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ റീഡിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓണാവും, ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ ഓഫാവും, ഇവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഓണാവും, ഓഫാവും. അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരു സ്ക്രീനിൽ നിങ്ങൾ കണ്ടു തിരുവനന്തപുരം കാസർഗോഡ് സ്പീഡ് 14 km/h ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെൽക്കം ടു ട്രെയിൻ നമ്പർ 20634 വന്ദേ ഭാരത് കാസർഗോഡ്. പിന്നെ ഈ ട്രെയിനിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സർവീസ് നടത്തുന്നതായിരിക്കും എന്നൊക്കെ എഴുതിയതുണ്ടോ. സൈറ്റിൽ ഡേറ്റ് ഉണ്ട്, സ്പീഡുണ്ട്, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പറഞ്ഞു കേട്ടോ, തിരുവനന്തപുരം സ്റ്റേഷനിൽ കാര്യം എല്ലാ യാത്രക്കാരെയും അവർ സ്വാഗതം ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ ഒരു ബോട്ടിൽ വെള്ളം, 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം അവർ കൊണ്ട് തന്നിട്ടുണ്ട്. റെയിൽ നീറിൻ്റെ വെള്ളം കൊള്ളാം, അടിപൊളി. നിങ്ങളിവിടെ ഇങ്ങനെ കണ്ടോ, നമ്മുടെ ചാർജിങ് സോക്കറ്റ് വരുന്നത് നമ്മുടെ സീറ്റിൻ്റെ താഴെയായിട്ടാണ്. അവരെ മാർക്ക് ചെയ്തതുപോലെ സീറ്റിൻ്റെ താഴെയായിട്ടാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത്. വെള്ളം നമുക്ക് കൊണ്ടുത്തന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ പത്രം വന്നിട്ടുണ്ട്. കണ്ടോ, മെട്രോ വാർത്ത, കൊള്ളാം, അടിപൊളി. കുറച്ച് ടൈം ഇത് വായിച്ചിരിക്കാം. സാധാരണ ഇതൊന്നും വായിക്കാറില്ല, എന്നാലും വായിക്കാൻ പറ്റുന്നതല്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ ചായ കിറ്റും കാര്യങ്ങളൊക്കെ അവർ എത്തിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ, കാർഡമൺ ചായ, പിന്നെ യൂണിബിക്കിൻ്റെ ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, പിന്നെ അത് ജസ്റ്റ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. പിന്നെ ഇതേ ഒരു കപ്പിൽ ചൂടുവെള്ളം കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ കിറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുടിക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ
ട്രെയിനിന് അടുത്തായിട്ട് വരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. 1 കിലോമീറ്റർ കൂടിയാണ് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റാണ് ഇവിടെ വണ്ടിക്ക് ഹോൾഡ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറാൻ പോവാണ്. ഓണടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കൊല്ലത്താണ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് ഒരു ചായ പോലും കുടിച്ചില്ല. പെട്ടെന്ന് തന്നെ എണീറ്റു. റിട്ടയർ റൂമിലാണ് താമസിച്ചത്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ അപ്ലോഡ് ചെയ്താണ്. പെട്ടെന്ന് തന്നെ എണീറ്റു, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ജസ്റ്റ് വന്ദേ ഭാരതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് വരുമ്പോൾ കുറച്ചിൽ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ കാര്യം ചായ വാങ്ങാൻ പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. അത് അപ്പോഴത്തേക്കും 5:13 ആയിട്ടുണ്ട്. ചായ വാങ്ങി വരുമ്പോഴത്തേക്ക് ഡോർ അടച്ചാൽ എല്ലാം പെട്ട് കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊന്നും നിൽക്കാൻ. ചായ നമുക്ക് വന്ദേ ഭാരത് തന്നെ ഉണ്ട്, നല്ല ചായയാണ്. ഇപ്പോൾ കുടിച്ചു, അടിപൊളി ചായയാണ്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാട്ടുവണ്ടിയാണ്, നല്ല രസമുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. നമുക്ക് അടുത്തായിട്ട് വരുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ സ്റ്റേഷനാണ്. ചെങ്ങന്നൂർ. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വെസ്റ്റേൺ സ്റ്റൈലാണ്. നമ്മുടെ ബാത്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെയാണ് ഇത് കാര്യങ്ങളൊക്കെ, ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ആണ്. പിന്നെ നമുക്കിത് ടിഷ്യൂ പേപ്പർ കാര്യങ്ങളുണ്ട്. വെള്ളം യൂസ് ചെയ്യേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. ടോട്ടലി അടിപൊളിയാണ് കേട്ടോ. അങ്ങനത് നമ്മുടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു, ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. നേരം അങ്ങനെ പരപര വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് വരുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. നല്ല നല്ല വെട്ടം കയറി വരുന്നുണ്ട്. കുറച്ചങ്ങോട്ടെത്തുമ്പോൾ നല്ല വെളിച്ചം വരും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം. അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 2 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. സമയം 6:58. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 3 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. ഇത് ഡോർ ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്കിനി അടുത്തായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. അവിടേക്ക് നമുക്ക് ഏകദേശം ഒരു 55 മിനിറ്റ്, 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേഷൻ എറണാകുളം ടൗൺ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ പോകുന്ന നമ്മുടെ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി മുതൽ മംഗലാപുരം സെൻട്രൽ വരെ നീട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പം നമ്മുടെ മംഗലാപുരം സെൻട്രൽ വരെ വന്ദേ ഭാരത് നീട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. മംഗലാപുരം സെൻട്രൽ വരെ നീട്ടുന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു ഉപകാരമാകും നമ്മുടെ സ്റ്റുഡൻസിനും പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർക്കൊക്കെ. കാരണം കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും എറണാകുളത്തു നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ ഒരുപാട് കുട്ടികൾ മംഗലാപുരത്തേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഹെൽപ്ഫുള്ളായിരിക്കും. പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. വന്ദേ ഭാരതിലാകുമ്പോൾ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പോകാം. അപ്പോൾ നോർമൽ ട്രെയിനിലൊക്കെ പൈസ കുറവായിരിക്കും. സ്ലീപ്പർ എടുത്താലും തേർഡ് എ സിക്ക് ആയാലും ഇതിൻ്റെ പകുതി പൈസയൊക്കെ തേർഡ് എ സിക്കൊക്കെ വരും, അത്രയൊക്കെ വരും. പക്ഷേങ്കിൽ ഇതിലാകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ എത്തും. അങ്ങനെ കുറേ കാര്യങ്ങളിലോട്ട് തന്നെ പൈസ കൂടുതലാണ് നോർമൽ ട്രെയിൻ അപേക്ഷിച്ച്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനും പറ്റും. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്കിങ്ങനെ ETBU കാണാം, എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ലോക്കോ പൈലറ്റായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. ഇവിടെ മൈക്ക് ഉണ്ട്, പുഷ് ടു ടോക്ക്, പിന്നെ ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ കത്തിയാൽ വെയിറ്റ്, പച്ചയാണെങ്കിൽ ടോക്ക്, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ലോക്കോ പൈലറ്റൊക്കെ സംസാരിക്കുക, എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഈ ഒരു വന്ദേ ഭാരതിൽ വരുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഭാരതീയ റെയിൽ ആപ്കി രേവ മേ.
പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു ലോട്ടി ചോക്കോ പൈ, ട്രോപ്പിക്കാന ആപ്പിൾ ഡിലൈറ്റ്, നമ്മുടെ ഡ്രിങ്ക്. എനിക്ക് തോന്നുന്നത് സ്വീറ്റായിട്ടുള്ള എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് എഗ്ഗ് കറിയാണ്, നോൺ വെജാണ് നമ്മൾ കൊടുത്തത്. ഇത് സ്പൂഡ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു, അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഇടിയപ്പമാണ്, ഇടിയപ്പം. പിന്നെ ഇതെന്താ സംഭവം, പിന്നെ ഇത് നമുക്ക് കേസരിയാണെന്ന് തോന്നുന്നു, മധുരത്തിന് കേസരി. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഈ ഫുഡ് കഴിക്കാം. നമ്മുടെ ഇടിയപ്പവും എഗ്ഗ് കറിയും നമ്മളിപ്പോൾ കഴിക്കാൻ പോവാണ്. ഈ ഒരു പേക്കിൽ വരുന്നത് കണ്ടോ വടയാണ്, വട. ഇത് കേസരിയാണ് കേട്ടോ, അത്യാവശ്യം മധുരമുണ്ട്. കേസരി കേസരി ലോട്ടി ചോക്കോ പൈ. നമ്മുടെ ട്രെയിൻ ഇപ്പം അങ്ങനെ ഒരു കർവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ, പതിയെ കർവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി, വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മുടെ തൊട്ടടുത്തുള്ള ട്രാക്കിലൂടെ പോകുന്നത് മധുരൈ ഗുരുവായൂർ വണ്ടിയാണ്. അത് പോയി. ട്രെയിൻ അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 3 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. നമ്മൾ കയറാൻ പോവാണ്. നമ്മുടെ തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിൽ യശ്വന്തൂർ കൊച്ചുവേലി എക്സ്പ്രസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനോട് വിടാം. ട്രെയിൻ അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ബാക്കിലായിട്ടാണ്. അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ടോ, ഫുള്ള് സോളാർ പാനൽ വെച്ചിരിക്കുന്നത്. ഫുള്ളി സോളാർ പവേഡാണ് നമ്മുടെ എയർപോർട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം ഇത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പോവാണ്. നമ്മൾ ട്രെയിൻ അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. ചാലക്കുടിയിൽ നിന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ അന്തരിച്ച കലാവ് മണിച്ചേട്ടനെയാണ്. മണിച്ചേട്ടൻ ഈ ഒരു സമയത്ത് സ്മരിക്കുകയാണ്. ചാലക്കുടി മണിച്ചേട്ടൻ. നമ്മുടെ ട്രെയിനിലുള്ള മനോഹരമായിട്ടുള്ളൊരു പാടവും ചെറിയൊരു തോടും ഇതൊക്കെ പോകുന്ന സ്ഥലത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ, ഗുഡ്സ് ട്രെയിൻ. നെല്ലായി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തു. സമയം ഇപ്പം 9:35. എന്തോട്ടാ പറയാനാ, നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. തിരിച്ച് കയറാൻ പോവാണ്. 3 മിനിറ്റാണ് വണ്ടിക്കൂടെ ഹോൾഡ് വരുന്നത്. അങ്ങനെ വാതിലടഞ്ഞു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരുവനന്തപുരം സെൻട്രൽ മുതൽ കാസർഗോഡ് വരെ എഴുതുന്ന ടിക്കറ്റ് ഫെയർ ഫുഡില്ലാതെ 1225 രൂപയും ഫുഡോട് കൂടി 1590 രൂപയാണ്. പിന്നെ ഒരു 10-30-20 രൂപ അവരുടെ ഒരു ചാർജും കൂടി വരും. മൊത്തം ഒരു 1610 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള ഒരു പാടത്തിൻ്റെ അഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വണ്ടി പാലക്കാടേക്ക് എത്താനായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലേക്ക് കയറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു.
നല്ല രസമുണ്ട് ഇവിടെ, നല്ലെല്ലാം കൊയ്ത് നല്ല അടിപൊളിയായിരുന്നു. പാലക്കാടിൻ്റെ ഭംഗി അതിമനോഹരം. ഫുഡിൻ്റെ ഇതിനകത്ത് കാണിക്കുന്നില്ല, പക്ഷേ ഫുഡിൻ്റെ നമ്മുടെ ട്രെയിൻ അങ്ങനെ ഭാരത് പുയലുള്ള ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ലുക്കാന്നറിയും ഇവിടെ, സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കണ്ടോ, നേർക്കുനേർ മറ്റൊരു വന്ദേ ഭാരതും കൂടി. സമയം അങ്ങനെ 10:09. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 മിനിറ്റാണ് ട്രെയിനിലൂടെ വരുന്ന ഹോൾഡ്. നമ്മൾ തിരിച്ച് വണ്ടിക്കകത്തേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ നമുക്ക് വരുന്നത് കോഴിക്കോട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ ഒരേ ഒരാളെയാണ്, നമ്മുടെ എല്ലാമായ ഫിറോസ് ചൊട്ടിപ്പാറ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നല്ല പാലക്കാട് ബിരിയാണി. എന്നിട്ട് രസമാണെന്നറിയാം അതൊക്കെ കേൾക്കാൻ. ഫിറോസ് ഖാനെ ഓർമ്മ വരുന്നത്. നല്ല പാലക്കാട് ചൂടിന് നമ്മളിന്ന് നല്ല അടിപൊളി ഷേക്ക് അടിക്കാൻ പോവാണ്. റതീഷ ഭയങ്കര വൈബാണ് കേട്ടോ ഫിറോസ് ഖാനെ ഫസ്റ്റ് ഓർമ്മ വരുന്നത് പാലക്കാട് എത്തിയപ്പോൾ. ട്രെയിൻ ഇപ്പം അങ്ങനെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സ്റ്റേഷൻ പണികൾ കേട്ടോ, കണ്ടോ, മുഴുവൻ സ്റ്റേഷനും മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേഷനും, മെജോറിറ്റി സ്റ്റേഷനിലും ഇതുപോലെ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വടകരയായാലും എവിടെ നോക്കിയാലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിൽവേ ഒക്കെ നല്ല നിലവാരത്തിലേക്ക് വരുന്നുണ്ട്, അതിൽ നമുക്ക് അഭിമാനിക്കാം. ഫറൂഖ് അങ്ങനെ ഫറൂഖ് സ്റ്റേഷനോട് വിടാം. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഫറൂഖ് ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫറൂഖ് ബ്രിഡ്ജ്. ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് വരുന്നത്. അപ്പം നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് കയറാം. കോഴിക്കോട് സമയം 11:20. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ വരുന്നത് കണ്ണൂർ. നമ്മുടെ വണ്ടി ഇപ്പോൾ കോരപ്പുഴ പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാലമാണ്, നല്ല രസമുണ്ട്. അവിടെ നിന്നൊരു ചേട്ടൻ ബോട്ടിൽ മീൻ പിടിക്കുന്നുണ്ട്, കണ്ട, അടിപൊളി. നമ്മളങ്ങനെ വടകര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വടകര സമയം ഇപ്പോൾ 12:22 ആയിട്ടുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 2 മിനിറ്റാണ് വണ്ടിക്ക് ഇവിടെ ഹോൾഡ് വരുന്നത്. നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറാൻ പോകുന്നത്. അങ്ങനെ കണ്ണൂരിൽ നിന്നൊക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. ആ സമയത്താണ് നമുക്കിവിടെ ലഞ്ച് വന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് കേട്, ഇത് മിക്സ്ഡ് പിക്കിൾ അച്ചാർ, പിന്നെ ഇതെന്താ സംഭവം, പായസം, കൊള്ളാം, പിന്നെ ചോറ്, ദാല് കറി, ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു, പിന്നെ ഇത് ചപ്പാത്തി. അപ്പം നമുക്കിതൊക്കെ കൂടി കഴിക്കാം. ഇത് ചപ്പാത്തി എടുത്തിട്ട് നമ്മുടെ ചിക്കൻ കറിയിലും ഒക്കെ ഇട്ട് കഴിക്കുകയാണ്. കൊള്ളാം. അങ്ങനെ ചപ്പാത്തി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് ഡാലി കറി വെച്ച് കഴിച്ചു നോക്കാം. പിന്നെ കുറച്ച് ചിക്കൻ കറി, തൈര്, സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസും ചിക്കൻ കറിയും ഡാലി കറിയൊക്കെ നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തൈരും കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു പായസം കഴിച്ചു നോക്കാം. പായസം
കൊള്ളാം, എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. 2 ചപ്പാത്തി, റൈസ്, ഡാൽ കറി, ചിക്കൻ കറി, പിന്നെ അച്ചാർ, അതുപോലെ തന്നെ തൈര്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പായസം കൂടി ഉണ്ടായിരുന്നു. നല്ല പായസമായിരുന്നു. ടോട്ടലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ലഞ്ചും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം, അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നു. അതിനോട് ടോപ്പിക്കാനോട് ജ്യൂസ്, കേസരി, ഒരു വട, ഇതൊക്കെ കിട്ടിയിരുന്നു. ഫുഡിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ യാത്രയും നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ പോയിരിക്കുന്നത്. നമുക്ക് അടുത്തുള്ള കോ പാസഞ്ചേഴ്സൊക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആണ് നമ്മളോട് പെരുമാറിയത്. വളരെ സന്തോഷം. ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെ കാടും തെങ്ങുകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരെവിടെയാണെന്ന് അറിയില്ല. എവിടെയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അവിടെ ദൂരെ ഒരു പശുവൊക്കെ കണ്ടിട്ടാ കണ്ടാ, പശുമ്പ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ട്രെയിൻ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഓ നല്ല ചൂട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 മണിക്കൂറും 10 മിനിറ്റും വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ സഞ്ചരിച്ച് അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി, ബൈ.